അതെവിടെ പോയി? അതെവിടെ വെച്ചാന്നറിയില്ലല്ലോ. എവിടാ വെച്ചത്? ഹലോ. ഹായ്, നീ എവിടെയുള്ളത്? ഇപ്പൊ കോറിഡോറിൽ നിന്ന് സ്മോക്ക് ചെയ്യാ. അപ്പോഴാ നിന്റെ കോൾ വന്നത്. ആക്ച്വലി ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. ഇവിടെ മീറ്റിംഗ് ഞാൻ കുടുങ്ങിയിരിക്കുക. സമയത്തിന് വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മീറ്റിംഗ് പെൻഡിങ്ങാ. ഡെലിഗേറ്റ്സ് എല്ലാം വരുന്നേ ഉള്ളൂ. നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ സിസ്റ്ററിന്റെ കൂടെ ചേർന്ന് നിങ്ങൾ ഡിന്നർ കഴിച്ചു. ചേച്ചി പുറത്തു പോയിരിക്കുക. ഓ ഗോഡ്, മൈ പുവർ ബേബി. ഓക്കെ, എങ്ങനെങ്കിലും വേഗം വരാൻ നോക്കാം. പിന്നൊരു കാര്യം, ഞാൻ വരാൻ കുറച്ച് താമസിക്കും. നീ വെറുതെ ടെൻഷൻ അടിക്കരുത്. സീരിയസ്ലി? നിനക്കും എന്റെ ചേച്ചിക്ക് ഒരേ സ്വഭാവം തന്നെയാ. റെഡിക്കുലസ്. കല്യാണത്തിന് ശേഷം നീ ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ, പിന്നെ ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യും, നോക്കിക്കോ. പക്ഷെ ഞാൻ നിന്നെ വിടില്ലല്ലോ. നീ അങ്ങ് പോയാലേ പിന്നെ എനിക്ക് വേറെ ആരാ ഈ ഭൂമിയിലുള്ളത്? അത് പറ. എല്ലാ ആണുങ്ങളും നിന്നെ പോലൊരു പെണ്ണ് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്, ശരിയല്ലേ? എന്താ തമാശ പറയാണോ? ഞാൻ തമാശയൊന്നുമല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാ. ഫോൺ വെച്ചിട്ട് പോടാ. ഇന്ന് നിന്റെ കൂടെ വന്നിട്ട് ഷോപ്പിംഗ് എല്ലാം മൊത്തത്തിൽ തീർക്കാമെന്ന് വിചാരിച്ചതാ. എല്ലാം വേസ്റ്റായി. ഐ എം സോ സോറി ബേബി. ദാ നോക്ക്, എനിക്ക് വേണ്ടി കാത്തിരിക്കാതെ ഡിന്നർ കഴിച്ചോളൂ. ശരി, ഞാനിപ്പോ അകത്തേക്ക് പോവാ കേട്ടോ. മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം. ബൈ ബൈ. ഞാനിപ്പോ 20,000 പകരം 30,000 തരാം. 20 പകരം 30? യെസ്. എന്തിനാ? കാരണം നിന്റെ ടച്ചസിൽ ചില മാജിക് ഒക്കെ ഉണ്ട്. സൂപ്പർ മാജിക്. നിറയെ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് വേറെ ആരുടെയും കൂടെ പോകരുത്. ഞാൻ മാത്രം മതി പ്ലീസ്. എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ചെയ്തോളാം. പക്ഷെ നീ എന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്റെ ബോറിംഗ് ആയ ആ മോശം ജീവിതത്തിൽ നിന്ന് നീയാണ് ഒരു നല്ല റിഫ്രഷ്മെന്റ് തരുന്നത്. ഞാൻ എല്ലാം മറന്ന് സന്തോഷമായിട്ടിരിക്കാൻ കാരണം നീയാ. എല്ലാം മറന്നു പോകുന്നു. നിന്റെ ആ ഇലക്ട്രിക് ടച്ചില്ലേ, അതൊരു മാജിക് സ്പെല്ല് തന്നെയാ, മനസ്സിലായോ? I love this touch. ശരി, ഇതാരാ നിനക്ക് പഠിപ്പിച്ചു തന്നത്? സീക്രട്ട്. സെക്കൻഡ് ക്ലയന്റ് ആയിട്ട് വരാൻ പോകുന്ന ആള് എന്റെ ഫ്രണ്ടാ. ഓക്കേ. അവൻ വന്നോണ്ടിരിക്കുക. അവനെ നീ സന്തോഷിപ്പിക്കണം. ഇതിലവന് താല്പര്യം കൂടുതലാ. അവനൊരു ഇൻഫ്ലുവൻഷ്യലായ ആളാ. നീ അവനെ സന്തോഷപ്പെടുത്തിയ എന്റെ പല ഡീൽ അവൻ ഓക്കെ ചെയ്യും. എനിക്കും അത് സന്തോഷമാവും. അതിന് ഞാൻ പ്രത്യേകം പണം തരാം. എന്താവശ്യം ഉണ്ടെങ്കിലും ചെയ്യാം. എന്താ, മനസ്സിലായോ? ഇതുവരെ നിന്റെ ക്ലയന്റിൽ ആരെങ്കിലും ഒരാളെ ഞാൻ തൃപ്തിപ്പെടുത്താതെ ഇരുന്നിട്ടുണ്ടോ? പറഞ്ഞേ. അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ലവ് ചെയ്യുന്നത് ഡാർലിംഗ്. ശരി, ചെല്ല്, ചെന്നൊന്ന് ഫ്രഷ് ആകും. അവനിപ്പോ വരും. ഓക്കെ.